എന്ന് പറയുന്നത് അറേ ക്രിയേഷൻ യൂസിങ് നമ്പൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെതാണ്. അപ്പോൾ നമുക്ക് അറേ പൈത്തണിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്പൈനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ ഇമ്പോർട്ട് നമ്പൈ ആസ് NB എന്ന് കൊടുത്തു. ഇനി നമുക്ക് രണ്ട് അറേ ഉണ്ടെന്ന് വെച്ചോ. A = 1035, B = 2568. ഇങ്ങനെ രണ്ട് അറേനെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഇൻപുട്ടായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പൈ വെച്ചിട്ടാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പൈനെ ഇമ്പോർട്ട് ചെയ്യണം. നമ്പൈയുടെ പുതിയ പേര് NB എന്നാണ്. സോ നമ്മൾ NB.array എന്ന് വിളിക്കുന്നു. ഓക്കെ, NB.array. ആ അറയ്ക്കകത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് നമുക്കാണെങ്കിൽ ഈ അറ എങ്ങനെ എഴുതണം എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എങ്ങനെ എഴുതണ്ടേന്ന് പറയുന്നത് അറയുടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടണം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറേതാ ഇങ്ങനെ ഇരിക്കുകയാണ് 1035 എന്ന്. അപ്പോൾ ആ അറയുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇടണം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് റോയിനെ എഴുതുക. ഫസ്റ്റ് റോയിനകത്ത് 1 ഉം 0 അതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊണ്ടിടുക, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതേ കണക്ക് അടുത്ത റോയിനെ എഴുതുക, അതും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഇടയിലൊരു കോമയുണ്ട്, കോമ സെപ്പറേഷൻ ഉണ്ട്. അപ്പം അറയുടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്, മെയിൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, അറയുടെ മെയിൻ സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ ഓരോ റോയിനെയും ഓരോ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊണ്ടിടുക, കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇതേ കാര്യം തന്നെ നമ്മൾ A2 എഴുതി. അതായത് A2ൽ 2568 എന്നാണ്. അതിനെ എങ്ങനെ എഴുതി? A2 = നമ്പറിൻ്റെ പേര് ഇപ്പോൾ NB ആണ്. സോ NB.array. അപ്പോൾ അറേ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പൈ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത്, ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മൊഡ്യൂളിനകത്ത് അറേ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ NB.array ഫംഗ്ഷൻ ബ്രാക്കറ്റ്, അതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് അറേ എന്ന് കാണിക്കാൻ, പിന്നെ ഫസ്റ്റ് റോയിലത്, ഇനി സെക്കൻഡ് റോയിലത്. ഇങ്ങനെയാണ് അറേ 2 വരെ നമ്മൾ എഴുതി വെച്ചു. 2 അറേ നമുക്കിപ്പോൾ ഉണ്ട്, A1 A2. ഇനി നമുക്ക് ഈ അറയ്ക്കകത്തുള്ള ഫസ്റ്റ് ഈ അറയിലുള്ള എലമെൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അത് അതിനകത്തിരിക്കുന്ന എലമെൻറ്റ്സ് 1, 0, 3, 5. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് എലമെൻറ്റ്സിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത്, സം ഓഫ് എലമെൻറ്റ്സ് ഇൻ അറേ. അപ്പോൾ 1 + 0 + 3 + 5 അതാണ് നമ്മുടെ അറേയുടെ സമ്മേഷൻ എന്ന് പറയുന്നത്. അപ്പം എത്ര വരും? 8 + 9 എന്ന് വരും. ഈ 9 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, നമുക്കൊരു ഫംഗ്ഷൻ അതിന് ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് നമ്പറിനകത്തിരിക്കുന്ന സം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് NB.sum ഏത് അറേയുടെയാണോ കണ്ടുപിടിക്കേണ്ട ആ അറേയുടെ പേര് കൊടുത്തു. ഇവിടെ A1-ൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ A1, അടുത്തത് നോക്കിയപ്പം A2 ആണെങ്കിൽ A2 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് ഇതിനെ പ്രിൻ്റ് സം എന്നും പറഞ്ഞ് അതിന് റിസൾട്ട് ഉണ്ട്, നമുക്ക് കാണിച്ചാൽ മതി. അപ്പോൾ പ്രിൻറ്റിനകത്ത് കൊടുക്കുക സം ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് അറേ ഈസ് കോമ S1-നകത്താണ് വാല്യൂ ഇരിക്കുന്നത് S1. അടുത്ത അതേ കണക്ക് തന്നെ S2-നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണണം. ഇതേ രീതി തന്നെ NB.sum of A2, സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഇൻ ദ സെക്കൻഡ് അറേ കോമ S2. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ അറയുടെ സമ്മ് കണ്ടുപിടിക്കണം. അറേ എലമെൻറ്റ്സിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എയും ബിയും തമ്മിലുള്ള സമ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം ഈ 2 അറേയും കൂടെ ആഡ് ചെയ്ത റിസൾട്ട് എന്ന് പറയുമ്പം 1 + 2 ആൻസർ 3, 0 + 5 ആൻസർ 5, 3 + 6 ആൻസർ 9, 5 + 8 ആൻസർ എത്ര വരും? 13. അപ്പോൾ ഇതാണ് നമുക്ക് ഈ 2 അറേയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്പർ ആഡ് ചെയ്യാൻ പ്ലസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് നമ്മുടെ അറേയുടെ നെയിം വെച്ചിട്ട് നമ്മൾ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ A1 + A2 അറേയുടെ റിസൾട്ട് എന്നിട്ട് ഒരെണ്ണത്തിൽ സ്റ്റോർ ചെയ്യണം. S-നകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ S-നെ നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. അത് റിസൾട്ട് ഓഫ് സം ഈസ് S. അതാണ് അതേ കണക്ക് തന്നെ സബ്സ്ട്രാക്ഷൻ A - A2. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പം സ്റ്റാർ സിമ്പൽ, ഡിവിഷൻ ആകുമ്പോൾ ഡിവിഷൻ. ഇത് സിമിലർ ആണ് ബാക്കിയുള്ളത് തന്നെ. ഇതിൻ്റെ എല്ലാ റിസൾട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണണമെങ്കിൽ പ്രിൻ്റ് കൊടുത്തിട്ട് എല്ലാത്തിനെയും പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇത്